ഇനി നമുക്ക് നല്ലൊരു നാടൻ ബീഫ് കറി ഉണ്ടാക്കിയാലോ. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പൊടികളെല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചൂടായ പൊടികൾ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പട്ട, തേങ്ങാക്കൊത്ത്, സവാള എല്ലാം ബീഫിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് അരപ്പ് പുരട്ടിയ ബീഫും ഒരല്പം വെള്ളവും ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് നന്നായി വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു താളിപ്പ് വേണം. നമുക്കൊരു കടുക് വറുക്കാം. കടുക് വറുത്തതിലേക്ക് വെന്തിരിക്കുന്ന ബീഫ് ചേർത്ത് ഇളക്കുക. നന്നായി കുറുകി ചാറ് വറ്റിയ രീതിയിൽ നമുക്കിതെടുക്കാം. ചാറോട് കൂടി നമുക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക്